അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ തിരിച്ചറിവിൽ സംസാരിക്കുന്നത് രണ്ട് വ്യക്തികളെക്കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ തിരുദൂതരെ വളരെ പ്രയാസപ്പെടുത്തി വിഷമിപ്പിച്ച രണ്ടുപേരെക്കുറിച്ചും വിശുദ്ധ ഖുർആനിൽ വിമർശിക്കപ്പെട്ടുകൊണ്ട് ആയത്തുകൾ ഇറങ്ങിയ രണ്ടുപേര്. ഒന്ന് അബൂ ജഹൽ, ഒന്ന് അബൂ ലഹബ്. ചിലപ്പോഴൊക്കെ ഇവരെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. അതിൽ അബൂ ലഹബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനാണ്. എന്ന് പറഞ്ഞാൽ അബ്ദുൽ മുത്തലിബിൻ്റെ അദ്ദേഹത്തിന് 4-5 ഭാര്യമാരുണ്ടായിരുന്നു. അതിലൊരു ഭാര്യയുടെ മകനാണ് അബൂ ലഹബ്. അതിൽ അബൂ ലഹബ് അല്ലാതെ മറ്റു സന്താനങ്ങളൊന്നും ഇല്ല എന്നാണ് അറിവ്. അതേസമയം അബൂ താലിബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതാവായ അബ്ദുള്ള എന്നിവർ വേറൊരു ഭാര്യയിലുള്ള മക്കളാണ്. അബൂ ലഹബിൻ്റെ യഥാർത്ഥ പേര് അബ്ദുൽ ഉസ്സ എന്നാണ്. ആ പേര് വിളിച്ചത് അബ്ദുൽ മുത്തലിബാണ്. ജ്വലിക്കുന്ന ശോഭയുള്ള മുഖം, ജ്വാലയുടെ പിതാവ് എന്നൊക്കെയാണ് ആ വാക്കിൻ്റെ അർത്ഥം. അദ്ദേഹം കാണാൻ സുന്ദരനായിരുന്നു, തേജസ്സുള്ള മുഖഭാവം ഉള്ളവനായിരുന്നു. അതുകൊണ്ടാണ് ആ പേര് വന്നത് എന്ന് പറയപ്പെടുന്നു. ഈ രണ്ടുപേരും ഖുറൈശികളാണ്. അബൂ ലഹബ് ബനു ഹാഷിം ഗോത്രക്കാരനാണ്. അബൂ ജഹൽ ബനു മക്സൂം ഗോത്രക്കാരനാണ്. അബൂ ജഹലിൻ്റെ ശരിയായ പേര് അംർ ഇബ്നു ഹിഷാം, അബുൽ ഹക്കം, ന്യായവിധിയുടെ പിതാവ് എന്നും അദ്ദേഹത്തെ വിളിക്കപ്പെട്ടിരുന്നു. ഈ അബൂ ജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ജനിക്കുന്ന ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്, ആനക്കലഹ വർഷത്തിൽ. അതിൽ ഖുർആനിൽ അബൂ ലഹബിനെ കുറിച്ച് പേരെടുത്ത് വിമർശിച്ച സൂറത്ത്, ആ ചെറിയ സൂറത്ത് നമുക്കറിയാം, അബൂ ലഹബിനെ കുറിച്ച്. അതേസമയം അബൂ ജഹലിനെ കുറിച്ച് വിശുദ്ധ ഖുർആനിൽ ഏകദേശം തഫ്സീറുകളിൽ നമുക്ക് വായിക്കാം 10ഓളം ആയത്തുകൾ അബൂ ജഹലിനെ കുറിച്ച് ഇറങ്ങിയിട്ടുണ്ട്. സൂറത്തുൽ അലക്കിൽ 9 മുതൽ 19 വരെയുള്ള ആയത്ത്. ആ അടിമയെ, നമസ്കരിക്കാൻ വന്ന അടിമയെ തടയുന്നവൻ, അതിനെ നിങ്ങൾ കണ്ടില്ലേ എന്നുള്ള ചോദിക്കുന്ന ആ വിശദീകരണമുള്ള സംഭവം അബൂ ജഹലിനെ കുറിച്ചാണെന്ന് തഫ്സീറുകളിൽ കാണാം. രണ്ടുപേരുടെയും മരണം ഏകദേശം ഒരേ കാലഘട്ടത്തിലാണ്. അബൂ ജഹൽ മരിക്കുന്നത് ബദർ യുദ്ധത്തിൽ വെച്ചാണ്. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ആണ് അദ്ദേഹത്തെ വധിക്കുന്നത്. കൂടെ 1-2 ചെറുപ്പക്കാർ, യുവാക്കൾ വേറെ ഉണ്ടായിരുന്നു. അത് വേറെ ചരിത്രം, അതിലേക്ക് കടക്കുന്നില്ല. അതേസമയം ഈ അബൂ ലഹബിൻ്റെ മരണം വളരെ വേദനാജനകമായിരുന്നു. അള്ളാഹു അദ്ദേഹത്തെക്കുറിച്ച് നശിക്കട്ടെ എന്ന് പറഞ്ഞ് ശരിയായ നാശമായിരുന്നു. അതായത് ബദർ കഴിഞ്ഞ ശേഷം അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടില്ല. അബൂ ലഹബ്, അദ്ദേഹത്തിനൊരു അസുഖം വരികയും ശരീരം മുഴുവൻ പുഴുത്ത് നാറി പുഴുവരിച്ച് ദുർഗന്ധം വമിച്ച് അങ്ങേയറ്റത്തെ ദയനീയ അവസ്ഥയായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കൈകൊണ്ട് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ മക്കൾ ഈ നാടൻ തോട്ടികളുണ്ടല്ലോ, അവരെ വിളിച്ചിട്ട് മരം കൊണ്ടൊരു പ്രത്യേക ക്രെയിൻ പോലെയുള്ളൊരു സാധനം ഉണ്ടാക്കിയിട്ട് വലിയൊരു കുഴി കുഴിച്ച് ഈ കൈകൊണ്ട് തൊടാൻ പോലും പറ്റാത്ത രീതിയിൽ ഈ ക്രെയിൻ ഉപയോഗിച്ച് അദ്ദേഹത്തെ ആ കുഴിയിലേക്ക് ഉരുട്ടിയിടുകയായിരുന്നു. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത്. എന്നാലും ഇവർ രണ്ടുപേരുടെയും പരമ്പരയിൽ നിന്ന് പിന്നീട് ഒരുപാട് ആളുകൾ ഇസ്ലാമിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വിഷയവുമായി പിന്നൊരിക്കൽ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.